ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായാണ്. ഇത് എന്റെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് പേരില്ലാത്തത് കൊണ്ട് അമ്മ ഈ റെസിപ്പിയെ ചിക്കൻ 65 എന്നായിരുന്നു വിളിക്കാറ്. എന്നാൽ പിന്നെ ഒരു പേരിട്ട് കളയാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഈ റെസിപ്പിക്ക് ടാങ്കി ബട്ടർ ചിക്കൻ എന്ന് പേരിട്ടു. അങ്ങനെ ഇടാനുള്ള കാരണം വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റെസിപ്പിയിൽ നമ്മൾ സവാളയും മസാലപ്പൊടികളും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികൾക്കാവും ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് വളരെ ഈസിയും അതുപോലെ ടേസ്റ്റിയുമായ ടാങ്കി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. മാരിനേഷൻ ആണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ 1/2 കിലോ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയ ശേഷം 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് വെച്ച വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട ശേഷം കഴുകിയെടുത്തതാണ്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. തൈരിന്റെ അളവ് ചിക്കന്റെ അളവ് കൂട്ടുന്ന അനുസരിച്ച് കൂട്ടാൻ മറക്കരുത്. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനിന് 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലിപ്പൊടി നല്ലൊരു റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ മുളക് പൊടി മൊത്തത്തിൽ 3 ടീസ്പൂൺ ചേർത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പും മുളകും പാകമാണോ എന്ന് നോക്കിയിട്ട് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇടാം. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ചേർക്കുന്നു. ചിക്കൻ പീസസ് മുങ്ങിക്കിടക്കുന്ന വിധമായ ശേഷം അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ റൂം ടെമ്പറേച്ചറിൽ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ടാങ്കി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് മുഴുവനായി ചേർക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. ഇങ്ങനെ ചെറിയ തിള വരുമ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയാണ്. ഇതിൽ നിന്നും ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. പാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ ചിക്കൻ പീസസ് പൊട്ടാതിരിക്കും, അതുപോലെ അടുക്കി പിടിക്കാതെയും ഇരിക്കും. ഇനി ഗ്രേവി കുറച്ച് വറ്റുന്നത് വരെ നമുക്ക് തുറന്നു വെച്ച് തിളപ്പിക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സീസണിംഗ് ആണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ബട്ടർ, ടൊമാറ്റോ കെച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില. എനിക്കിവിടെ ഈ കൺസിസ്റ്റൻസിയാണ് ആവശ്യം. അതുകൊണ്ട് ഇനി ഈ പാനിന്റെ തന്നെ സെന്ററിൽ ഞാനൊരു കുഴി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ബട്ടർ മെൽറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് അതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് നടുവേ കീറിയതാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് ഇളക്കണം. കറിവേപ്പില കൂടുതൽ എടുക്കും തോറും ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടൊമാറ്റോ അരച്ച് നന്നായി വേവിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട ശേഷം അതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. അങ്ങനെ എരിവും മധുരവും ചെറിയ പുളിയും കൂടിയുള്ള ഒരു അടിപൊളി ടാങ്കി ബട്ടർ ചിക്കൻ റെഡിയായി. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എനിക്കിടാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യുക. Thank you for watching.